അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ റെസിപ്പി നോക്കിയാലോ. സാധാരണഗതിയിൽ നമ്മൾ വെക്കുന്നതിനേക്കാളും ഒക്കെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റിലും രീതിയിലുമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കാം എങ്ങനെയാണെന്ന്. ഇത് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ തൈര്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. എന്നിട്ട് 3 പൊട്ടറ്റോ എടുക്കുക. അത് നീളത്തിന് തന്നെ സ്ലൈസ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇതിനൊരു പാനിലേക്ക് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. അതായത് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുന്ന അതേ പാകത്തിനായിരിക്കണം ഒന്ന് വെന്ത് കിട്ടുക. അതിനുശേഷം ആ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 പീസ് ബട്ടർ, ഞാൻ 100 ഗ്രാം ബട്ടറിനെ ഒരു 4 പീസാക്കി മുറിച്ചിട്ട് അതിൻ്റെ ഒരു പീസാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഈ ബട്ടർ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഈ പൊട്ടറ്റോയിലേക്ക് ഫ്രൈ അല്ല ചെയ്യാനുള്ളത്, ബട്ടർ കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 2 സവോള ഇതുപോലെ സ്ലൈസ് ചെയ്ത് അതും ഇതുപോലെ ബട്ടറിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായാലും നോക്കാം. ചിക്കൻ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് പിടിച്ച് നല്ല പാകമായിട്ട് ഇരിപ്പുണ്ടാവും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. ഇതിലേക്ക് 1 പീസ് ബട്ടർ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു പോർഷൻ ബട്ടർ ചേർത്ത് കൊടുത്തു. ബട്ടർ മെൽറ്റായതിന് ശേഷം ഇതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ടിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് ഒരു സൈഡ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. എന്നിട്ട് അത് തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും അതുപോലെ ഒരു 3 to 4 മിനിറ്റ്സ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ഫ്ലെയിം കുറച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, കണ്ടോ, കറക്റ്റ് പാകത്തിനത് വെന്ത് കിട്ടും. അതിനുശേഷം ഇതിനെ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കൂട്ടിയതിന് ശേഷം ഒരു ഗ്രിൽ രൂപത്തിലാക്കി എടുക്കുക. അതായത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് ആ ഗ്രില്ലിൻ്റെ പാകില്ല അതുപോലെ ആക്കി എടുക്കാം. ഇനി ബട്ടർ അടുത്ത പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കി ബട്ടർ, അതിനുശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇത് ബട്ടർ കരിഞ്ഞ് പോകാതെടുക്കണം. ഇതൊരു സോസാണ് കേട്ടോ. ഇനി ഇത് ഒരു 4 സ്പൂൺ തൈര്, കട്ട കളഞ്ഞിട്ട് തൈരിലേക്ക് നമ്മൾ ഈ സോസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ ചിക്കനിലേക്ക്, വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ആവശ്യത്തിന് മല്ലിയില വിതറി കൊടുക്കുക. അതിനുശേഷം നേരത്തെ വറുത്ത് വെച്ചേക്കുന്നത്, നേരത്തെ വഴറ്റി വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുക. നമ്മൾ ബട്ടർ കോട്ട് ചെയ്ത പൊട്ടറ്റോ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സോസ്, അതായത് ഈ തൈര് കൊണ്ടുള്ള സോസ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ കഴിക്കാൻ നേരം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് കഴിച്ച് തന്നെ നോക്കണം. ഞാൻ ഈ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്റ്റാർട്ടറാക്കാം. ഇത് ചിക്കൻ സാലഡ് പോലെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ സൈഡ് ഡിഷ് ആയിരുന്നാലും സ്റ്റാർട്ടർ ആയിരുന്നാലും ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റെസിപ്പി ഇഷ്ടമായാലും എൻ്റെ പേജിൽ നിന്ന് ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും ടേക്ക് കെയർ. ബൈ.